കർത്താവേ ദൈവമേ, നീ നൽകി തന്ന നല്ല ദൈവത്തിന്റെ ഭാഗത്തിനായി സ്തോത്രം. ഈ ദൈവത്തിന്റെ സത്യങ്ങൾ കുറച്ചുകൂടെ ആഴമായി മനസ്സിലാക്കുവാൻ കർത്താവേ ഇത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ ദൈവമേ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നാം എപ്പോഴും പറയുന്നൊരു വാചകം ഇപ്രകാരമാണ്: ഇന്നത്തെ കാലം ഒരു വല്ലാത്ത കാലമാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അഴിമതിയും അനീതിയും നിറഞ്ഞ ഒരു ലോകം. എന്നാൽ യെഹെസ്കേൽ ഈ പ്രവചന ശബ്ദം അല്ലെങ്കിൽ യെഹെസ്കേൽ ഈ തിരുവചനം എഴുതുമ്പോൾ അന്നത്തെ സാഹചര്യം ഇന്നത്തെ പോലെ തന്നെ ഏകദേശം ഒട്ടും വ്യത്യസ്തമല്ലാത്തൊരു സാഹചര്യമായിരുന്നു അതിന്റെ സാഹചര്യം. അതിന് 25 ഇങ്ങനെ കാണുന്നു: അതിന്റെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അവർ അതിന്റെ ഇടയിൽ വിഴുങ്ങിക്കളയുന്ന ഒരു സിംഹം പോലെ ആയിത്തീരുന്നു. പുരോഹിതന്മാർ അവർ അവിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കുന്നു. പ്രവാചകന്മാർ വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറയുന്നു. അപ്പോ ഒരുപക്ഷെ അന്നത്തെ ജനം ഒരുപക്ഷെ ഇത് ചിന്തിച്ചേക്കാം: ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തില് ഞങ്ങളെ സഹായിക്കാൻ ഏതെങ്കിലും പ്രഭുക്കന്മാർ കടന്നു വരുമോ എന്ന് ചിന്തിക്കുമ്പോൾ പ്രഭുക്കന്മാർ അവർക്ക് ലാഭം ഉണ്ടാക്കുവാൻ കടന്നു പോവുകയാണ്. അപ്പൊ അവർ നോക്കി ഒരുപക്ഷെ പ്രവാചകന്മാർ ഞങ്ങൾ എന്ത് ചെയ്യും? സഹായിക്കും. പക്ഷെ പ്രവാചകന്മാർ ചെയ്യുന്നത് അവർ ദൈവം അരുളി ചെയ്യാതിരിക്കെ കള്ളപ്രവചനം ചെയ്യുന്ന ഒരു കാലം. അപ്പൊ അവർ നോക്കി ഒരുപക്ഷെ ദേവാലയത്തിലെ പുരോഹിതന്മാരെങ്കിലും ഞങ്ങളെ ഒരു പക്ഷേ ഞങ്ങൾ നല്ല രീതിയിലേക്ക് നയിച്ചിരിക്കാം. അവരെ പുരോഹിതന്മാരുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വിശുദ്ധവും അവിശുദ്ധവും തമ്മിൽ അശുദ്ധിയും തമ്മിൽ വേർതിരിക്കാതെ വല്ലാത്ത കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ നോക്കി ദൈവം പറയുകയാണ്: ഞാൻ ഒരു വ്യക്തിയെ ഞാൻ അന്വേഷിക്കുകയാണ്. ജനത്തിനും ദൈവത്തിനും നടുവിൽ ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരു വ്യക്തിയെ അന്വേഷിക്കുകയാണ്. അത് ഞാൻ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടില്ല എങ്കിൽ ഞാൻ കോപാഗ്നി അവരുടെ ഇടയിൽ അയച്ച് ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഒരു പക്ഷേ നമുക്ക് ദൈവത്തോട് പറയാം: കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, നീ 1,00,000 ആൾക്കാരെയാണ് നീ ഇടിവിൽ നിൽക്കുവാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് പറയാം: ദൈവം എന്തിനാ 1,00,000 ആൾക്കാരെ അന്വേഷിക്കാൻ കടന്നുപോയത്? ഒരു പക്ഷെ 10,000 പേരെയാണ് ദൈവത്തിനും ജനത്തിനും നടുവിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ തെരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് ദൈവത്തെ കുറ്റം പറയാം. 1000 ആണെങ്കിൽ കുറ്റം പറയാം. 100 ആയാലും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പുരുഷൻ എഴുതിയിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നതാണ് സാരം. ദൈവം ഇത്ര ആഗ്രഹങ്ങൾക്ക് എത്ര ഖേദകരമായ ഒരു പ്രവൃത്തിയാ നോക്കൂ. ദൈവം ഇത്ര വലിയ ഭൂമിയെ, ചരാചരങ്ങളെ, വലിയ സമുദ്രത്തെ, വലിയ മലകളെ, നദികളെ എല്ലാം ഉണ്ടാക്കിയ ഒത്തിരി ജനസംഖ്യ, അനേക ഭക്തികളെ, അനേകം മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച അനന്തരം ദൈവം അന്വേഷിച്ചത് ഒരു വ്യക്തിയെ. ഈ വ്യക്തിയെ ദൈവം എന്തിനാ അന്വേഷിക്കുന്നതെന്ന് അറിയാവോ? ദൈവം തന്റെ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഭൂമിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ, ദൈവമേ, നീ എന്റെ ദേശത്തെ നശിപ്പിക്കല്ലേ, ഞാൻ ആയിരിക്കുന്ന എന്റെ ദേശത്തെ ദൈവമേ നീ നശിപ്പിക്കല്ലേ അപ്പാ. എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ മധ്യസ്ഥ അണയ്ക്കുവാൻ, എന്റെ ദേശത്തിന് വേണ്ടി നിന്റെ മുൻപാകെ ഇടിവ് നിൽക്കുവാൻ കർത്താവേ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ജനത്തിന് അല്ലെങ്കിൽ ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇടിവിൽ എങ്ങനെയാ നിൽക്കേണ്ടതെന്ന് അറിയാമോ? അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണുന്നത് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യുക. ഇതൊരു ഭിത്തിയാണെന്ന് ഇരിക്കട്ടെ. ഈ ഭിത്തിയിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഹല്ലേലൂയ ആ വിള്ളലിലൂടെ പിശാച് അകത്തേക്ക് കടക്കുമ്പോൾ കർത്താവേ, രാവെന്നോ പകലെന്നോ നോക്കാതെ ഈ ഉണ്ടാകുന്ന ഈ ഗ്യാപ്പിലൂടെ, ഈ ഫില്ലിലൂടെ പിശാച് എന്റെ ദേശത്തിലേക്ക് കടക്കാതെ, എന്റെ സഭയ്ക്കകത്തേക്ക് പിശാച് കടക്കാതെ, എന്റെ കുടുംബങ്ങൾക്കകത്തേക്ക് പിശാച് കടക്കാതെ ദൈവമേ ഹല്ലേലൂയ ഈ ഗ്യാപ്പ്, ഈ വിടവൊന്ന് നികത്തുവാൻ കർത്താവേ രാവും പകലും ഞാൻ ഈ ഗ്യാപ്പ് നികത്തുവാൻ ഞാൻ തയ്യാറാണ്. ദൈവമേ, നീ എന്റെ ദേശത്തെ, എന്റെ സഭയെ, എന്റെ കുടുംബങ്ങളെ ദൈവമേ നശിപ്പിക്കാതെ വേണം. ദൈവമേ, പിശാചായവൻ ആ ഗ്യാപ്പിലൂടെ കടക്കാതെ വേണം ഇടിവ് നിൽക്കുവാൻ, കരയുവാൻ, കർത്താവെ മധ്യസ്ഥണയ്ക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക്
ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ അന്വേഷിക്കുകയാണ്. നമുക്കൊരു ദൈവത്തോട് പറയാൻ കഴിയുമോ, ദൈവമേ ആ വ്യക്തി ഞാനാണ്. ദൈവമേ എന്നെ 31 വാക്യം വായിക്കാൻ. സത്യം അറിയാവുന്ന ഞാൻ അത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ദേശത്തെ കോപാഗ്നി ക്രോധാഗ്നി നമ്മുടെ ദേശത്തിലേക്ക് കത്തിയും അയച്ച് ഒത്തിരി വ്യക്തികളെ സംഹരിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് കർത്താവേ ഞാൻ ഈ ദേശത്തിൽ പാർക്കുകയാണെങ്കിൽ, ദൈവമേ നീ എന്നെ ഈ ദേശത്ത് നിലനിർത്തിയിരിക്കുകയാണെങ്കിൽ എനിക്കൊരു കടമയുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കരുത് എന്റെ കടമയാണ്. ഒരു ക്രിസ്തീയ വ്യക്തിക്കുണ്ടാകുന്ന ഒരു ദൗത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്താണ്? ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, എന്റെ ദൈവം ഒരു കാവൽക്കാരനായിട്ടാണ് ദൈവം ആക്കിയിരിക്കുന്നത്. ഈ ദേശത്തിന്റെ ഒരു കാവൽക്കാരനാണ് ഞാൻ. കാവൽക്കാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കാവൽക്കാരന്റെ രാത്രിയും പകലും ഇല്ല. കാവൽക്കാര രാത്രി എന്തായാലും ചോദിക്കുമ്പോ എന്തോ പറയുന്നത്, പ്രഭാതം ഏകദേശം അടുത്ത് വരികയാണ്. അപ്പൊ ദൈവം എന്നെ ഈ ദേശത്തിന്റെ കാവൽക്കാരനാക്കി ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. എന്താ പറയാമോ? ഈ ദേശത്തെ ഹിന്ദുക്കൾ എഴുന്നേറ്റ് അവരുടെ അമ്പലങ്ങളിൽ പാട്ട് എപ്പോഴാണ് അറിയാമോ? എത്ര മണിക്കാണ് അറിയാമോ? ഏകദേശം ഒരു 5-5:30 സമയത്ത് ഹിന്ദുക്കള് അവരുടെ ക്ഷേത്രങ്ങളില് അവരുടെ അമ്പലങ്ങളിൽ അവര് പാട്ട്. ക്രിസ്ത്യാനികള് 5 മണിയാവുമ്പോഴാണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ ഇതെല്ലാം കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവർ അവരുടെ ദൈവങ്ങളെ ഈ ഭൂമിയിലേക്ക് അന്നത്തെ ദിവസം പ്രവർത്തിക്കുവാൻ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുക. പക്ഷെ ഒരു ക്രിസ്തീയ വിശ്വാസി 6 മണി വരെ കിടന്നാണ് ഒരിക്കലും ആഗ്രഹിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ ചെയ്യുന്ന കാര്യം പറയും. 4 മണിയാകുമ്പോൾ അലാറം വരും. ആദ്യം 1-2 ദിവസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4 മണിക്ക് ഇരിക്കാം. 2-3 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാൻ ദൈവമേ എന്റെ പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം എന്റെ ദേശത്ത് ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുകയാണ്. ജാതി ശക്തികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ആഭിചാരത്തിന് മുമ്പ്, വ്യഭിചാരത്തിന് പിന്നിൽ, മദ്യപാനത്തിന് മുമ്പ്, കൊലകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റിനെ ആത്മാവിൽ ഞാനെന്ന് ബന്ധിക്കുകയാണ്. ഞാൻ ഇന്ന് ദേശത്തിന്റെ കാവൽക്കാരനായിരിക്കുമ്പോൾ ഞാൻ നമുക്ക് മേഖലകളെ ബന്ധിക്കുന്നെന്ന് പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. സംഭവിച്ച കാര്യം എന്താ പറയാമോ? ഞാനൊരു മുസ്ലിങ്ങളുടെ ഏരിയയിലാണ് ഞാൻ ഇപ്പം താമസിക്കുന്നത്. ഞാൻ വില്ലേജിൽ നിന്ന് മാറി. അപ്പം ഞാൻ രാവിലെ 4 മണിയായാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ അങ്ങനെ സമയം നോക്കത്തില്ല. ഞാൻ ആത്മാവിനെ ശക്തമായി ഞാൻ ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ 5 മണിക്ക് വാക്ക് പിടിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളെ 4 മണിയാകുമ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ ശബ്ദവും ഇത് മനസ്സിലാക്കിയത് അവർ 4 മണിക്ക് വാക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വൈരാഗ്യം ആത്മാവിന്. ഇത് ഞാൻ സമ്മതിക്കുന്നത് എൻ്റെ ദേശത്ത് അവർ 4 മണിക്ക് അവർ വാക്ക് വിളിക്കുന്നത് തൊട്ട് മുമ്പേ ഒരു വാചകത്തിൽ പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ സ്വാഗതം ചെയ്യുകയാണ്, നീ ദേശത്തിൽ കടന്നു വരണം. ഞങ്ങൾ ഒരു ദിവസം 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ശക്തമായി ആത്മനിറവില് ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവ് ഞങ്ങളൊരു വ്യത്യസ്തമായ നിലയിലൂടെ ഞങ്ങൾ നയിച്ചു. ഞങ്ങൾ പിശാചിനോട് ഇങ്ങനെ വെല്ലുവിളിച്ചു, പിശാചേ ഈ ദേശത്തിന്റെ അധികാരികളായി ഞങ്ങളെ ദൈവമാക്കിയിരിക്കുന്നു. പിശാചേ ഈ ദേശത്ത് എന്ത് നടക്കണമെന്ന് ഞങ്ങൾ പറയും. പിശാചേ നിന്റെ പ്രവർത്തികൾ ഞങ്ങൾ അഴിച്ച് ദേശത്തെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആത്മാവിനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങൾ അന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതിന് നീ ഒരു അടയാളം കൂടെ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടു. അത് ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു വണ്ടിയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അതിന് പുറകെ ഹിന്ദിയിൽ ഒരു വചനം എഴുതിയിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ ഈ പ്രാർത്ഥന എല്ലാം മറന്നു ഞങ്ങളുടെ ചർച്ചിലോട്ട് കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ഞങ്ങൾ പോലും അറിയാതെ ഒരു കുടുംബം നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ചർച്ചിലോട്ട് ഞങ്ങൾ കടക്കുമ്പോൾ ആ കുടുംബം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ പള്ളിയിൽ കടന്നു വരാൻ കഴിയും? പെട്ടെന്ന് ഞാൻ ഓർച്ചു, ദൈവത്തോട് ഞങ്ങൾ അടയാളം ചോദിച്ചു. ദൈവം തീർച്ചയായും എന്ത് ചെയ്തു? ദൈവം അത് ചെയ്തു. ഞങ്ങൾ ഈ 4 മണിയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ചർച്ചിൽ 1-2 പേര് 2-3 പേര് ഒറ്റയ്ക്ക് ചില സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 2-3 പേര് ചേർന്ന് അന്യഭാഷകൾ എത്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രാർത്ഥനകൾ പിശാചിന് മനസ്സിലാവും. പക്ഷേ നമ്മൾ ദൈവത്തോട് അന്യഭാഷകൾ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും പിശാചിന് മനസ്സിലാകത്തില്ല. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ചർച്ചിൽ ഒരു 3-4 പേര് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഓരോ വ്യക്തികളെ ഞങ്ങളുടെ സഭകളിലേക്ക് അയക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടാണറിയോ, ദേവദാസൻ പറഞ്ഞ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾ നൈറ്റ് പ്രാർത്ഥനകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രാർത്ഥന. രാത്രിയിലെ കാത്തിരിപ്പിലേക്ക് നൈറ്റ് പേര് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഞങ്ങളുടെ മാസത്തിൽ ഞങ്ങളുടെ ചേർത്ത് എപ്പോഴും നിങ്ങൾ ഉത്സാഹിക്കും. അതിൻ്റെ മഹത്വപ്രയോജനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദേവദാസൻ പറഞ്ഞതുപോലെ ഒത്തിരി ഓൺലൈൻ പേരെല്ലാം നമ്മുടെ വിഷയങ്ങൾ വിവിധ മേഖലയാണ്. രാത്രിയുടെ യാമങ്ങളിൽ പിശാച് ദേഷ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കടന്നു വരുമ്പോൾ പിശാച് പ്രവർത്തിക്കുന്നതിന് മുമ്പേ രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ ദേശത്ത് ഒന്ന് വലം വെച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ മാസത്തിലൊന്നെങ്കിലും ആഴ്ചയിലൊന്നിരിക്കാൻ പറ്റിയാണ് ഭയങ്കര സാധ്യത. ഞാൻ പറയേണ്ട ദേവദാസ ചില ദിവസങ്ങളുണ്ടല്ലോ 6-7 ഞാൻ എൻ്റെ ഭാര്യ ചില ദിവസങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ ഒരു 12 മണി കഴിയുമ്പോൾ ദൈവം ചില പ്രശ്നങ്ങളിലൂടെ ഞാൻ പറയുന്നത് 6 ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ ഭാര്യകൾ ഞാൻ കണ്ട ദേവദാസൻ പറഞ്ഞതുപോലെ ഓൺലൈൻ പ്രയത്നം ഭയങ്കര ശക്തിയാണ്, ഒരു ഭയങ്കര ഉണർവാണ് ഓൺലൈൻ പ്രയത്നം. അപ്പം ആ പ്രാർത്ഥനകൾക്ക് നമ്മുടെ സഭയ്ക്കൊക്കെ വലിയ വിടുതൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മധ്യസ്ഥാനിക്കുവാൻ ദൈവത്തിലാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭകളിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന സഭാരാധനയെക്കാളും വെള്ളിയാഴ്ചത്തെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരിക്കല് ഈ പ്രാർത്ഥന എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് അറിയാമോ? ഒരിക്കല് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഒരു വലിയൊരു പൂന്തോട്ടം കാണുവാൻ കടന്നുപോയി. ഈ പൂന്തോട്ടം എങ്ങനെയുണ്ട്? അതുപോലെ ഈ പൂന്തോട്ടം എല്ലാം മനോഹരമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ആ മൂലയിലെ ആ കുടുംബങ്ങളോട് ശബ്ദം കേൾക്കുന്ന ജനറേറ്റർ ഉണ്ടല്ലോ, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റായിരുന്നു, നല്ല നല്ല എല്ലാം നല്ല. പക്ഷെ ആ ഭർത്താവ് പറഞ്ഞൊരു കാര്യം, ആ കുടുംബം പറ്റുന്ന ആ സാധനമില്ലേ, അതാ ജനറേറ്റർ. ആ ജനറേറ്ററോട് ഇത് നീ കാണുന്ന ഈ ഘട്ടങ്ങള് സംഭവിക്കുന്നത്. നമ്മുടെ മധ്യസ്ഥകൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇടുന്നത് വലിയൊരു ഫലത്തിൽ ഒരുപക്ഷെ ഈ മൂലയിലിരിക്കുന്ന ജനറേറ്ററിന് ഒരുപക്ഷെ ആരും കണ്ടെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ സഭകളിൽ ഏറ്റവും വലിയ ദേശത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, പ്രായമായ മാതാപിതാക്കൾ, ഈ മാതാപിതാക്കളെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളെ വർദ്ധിപ്പിക്കില്ല. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥനിക്കുക. ദൈവദാസിനെ ആത്മാവിൽ പ്രാർത്ഥനയിലും കരുതാനുള്ള കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.